ഇന്ന് ഒക്ടോബർ 11 ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്കായി സുരക്ഷിതവും ആത്മവിശ്വാസവുമുള്ളതുമായ ഭാവി സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ഇന്ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു. ബാലികാ ദിനം ഒരു ആഘോഷമല്ല, അവകാശങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ പെൺകുട്ടിക്കും പഠിക്കാനും വളരാനും സ്വപ്നം കാണാനും തുല്യ അവകാശം വേണം. ഓരോ പെൺകുട്ടിയും സമൂഹത്തിന്റെ ഭാവിയാണ്. അവർക്ക് സ്വപ്നം കാണാനും മുന്നോട്ടു പോകാനും എല്ലാവരും പ്രചോദനമാകണം. എന്നാൽ ലോകത്തിന്റെ പല കോണുകളിലായി ഈ വികൃതി കുട്ടികളിൽ പലരുടെയും നിലവിളികൾ എന്നേക്കുമായി നിലച്ചു പോവുകയോ അല്ലെങ്കിൽ ഭയത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയോ ചെയ്യുന്നുണ്ട്. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും സാമൂഹ്യ കെട്ടുപാടുകളുടെയും യുദ്ധഭൂമികളിൽ ലക്ഷക്കണക്കിന് ബാലികമാർ ഇന്നും നിശബ്ദം പോരാടുന്നു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഭാവിയെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോഴും പലപ്പോഴും ആ ശബ്ദങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ശാസ്ത്രം പുരോഗമിക്കുമ്പോഴും ലോകം സാങ്കേതിക വിദ്യയിൽ കുതിക്കുമ്പോഴും ബാലികമാർ ഇന്നും ദുർബല വിഭാഗമായി കണക്കാക്കപ്പെടുന്നു എന്നത് ഒരു വൈരുദ്ധ്യമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സാർവത്രികമായി പ്രഖ്യാപിച്ചിട്ടും ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. സാമ്പത്തിക പരാധീനതകൾ, ലിംഗവിവേചനം, സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം, സ്കൂളിലേക്കുള്ള ദൂരം കൂടുതൽ എന്നിവയെല്ലാം പെൺകുട്ടികളുടെ പഠനം മുടക്കുന്നു. പല വികസ്വര രാജ്യങ്ങളിലും തിടുക്കത്തിൽ ഒരു ഭാര്യയുടെയും അമ്മയുടെയും ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. ശൈശവ വിവാഹം അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വാതന്ത്ര്യം എന്നിവ ഇല്ലാതാക്കുന്നു. മാത്രമല്ല, സ്വന്തം വീടുകളിൽ പോലും ബാലികമാർ സുരക്ഷിതരല്ല. ലൈംഗിക അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്നു. പലപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അതിക്രമങ്ങൾ അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. മനസ്സിൽ മുറിവേറ്റ ഒരു ബാലികയെ പഴയ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ആധുനിക കാലത്ത് സൈബർ ഇടങ്ങളിലും പെൺകുട്ടികൾക്ക് വിവേചനം നേരിടുന്നു. ഓൺലൈൻ ട്രോളുകൾ, ഭീഷണികൾ എന്നിവ അവരുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. പെൺകുട്ടികൾക്ക് തുല്യതയും ബഹുമാനവും ഉറപ്പാക്കുന്ന ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാം. സുരക്ഷിതമായി സ്വപ്നം കാണാനും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം, നമ്മുടെ പെൺമക്കൾക്കായി.